അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാ ഉമ്മമാർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പഠനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടും അവർക്ക് നല്ല ബുദ്ധി കിട്ടാൻ വേണ്ടിയിട്ടും അവരെല്ലാ കാര്യത്തിലും പഠനം വേണ്ടിയിട്ട് എല്ലാ പരീക്ഷകളിലും മാർക്ക് വാങ്ങുന്ന പഠിച്ചതെല്ലാം മറന്നു പോകാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചില കുട്ടികളുണ്ട് പഠിക്കും പക്ഷേ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കില്ല. ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒറ്റമൂലിയാണ് ഇത്. നമ്മൾ മഴവെള്ളത്തിലാണ് ചെയ്യേണ്ടത്. ഇപ്പം എന്തായാലും മഴയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഏതെങ്കിലും ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നമുക്ക് ഒരുപാട് മരങ്ങളൊന്നും കൂടി നിൽക്കാത്തൊരു സ്ഥലത്ത് വെക്കുക. നമുക്ക് ശുദ്ധമായിട്ടുള്ള മഴവെള്ളമാണ് വേണ്ടത്. നമ്മൾ വീട്ടിൻ്റെ ഇറയത്തു നിന്ന് ഇങ്ങനെ ഉറ്റി വീഴുന്ന വെള്ളം എടുക്കരുത്, കാരണം അതിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാകും. നമ്മൾ വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ശേഖരിച്ച ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഊതണം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മക്കൾക്ക് അറബി വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സുവർണാവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 500 രൂപക്ക് 20 ദിവസത്തിനുള്ളിൽ മക്കളെ അറബി എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു ഇതാണ്. 20 ദിവസത്തിനുള്ളിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും, അതായത് ഓരോ കുട്ടിയുടെയും നിലവാരമനുസരിച്ച് അവർക്ക് പ്രത്യേകമായിട്ടാണ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ വെറും 500 രൂപയാണ് ഫീസ് വരുന്നത്. 20 ദിവസത്തിനുള്ളിൽ മക്കൾ അറബി വായിക്കാനും എഴുതാനൊക്കെ നല്ല രീതിയിൽ പഠിച്ചിരിക്കും. ഇത് എൻ്റെ ഉറപ്പാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയ ആൾക്കാർക്കും ചെയ്യുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചെറിയ കുട്ടി മുതൽ അതുപോലെ തന്നെ വലിയ 50 വയസ്സായ ആൾക്കാരും 55 വയസ്സായ ആൾക്കാരും പഠിക്കാൻ ആഗ്രഹമുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരെയും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വിദ്യാർത്ഥി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. അതിൽ ഞാൻ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷന് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മഴവെള്ളം ശേഖരിച്ചില്ലേ, ഈ മഴവെള്ളത്തിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഓതേണ്ടത് നമ്മുടെ ഫാത്തിഹ സൂറത്താണ്. ഫാത്തിഹ 7 പ്രാവശ്യമാണ് ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം. ഓരോ തവണ ഓതിക്കഴിയുമ്പോഴും ഇഷ്ഫി 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 എന്ന് വെള്ളത്തിലേക്ക് ഊതണം. 7 പ്രാവശ്യം ഫാത്തിഹ ഓതിയതിനു ശേഷം അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ഷർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ഷർരി മാ ഖലഖ് എന്ന ദിക്ർ ഓതിയിട്ട് നമ്മൾ ഇഷ്ഫി അതും 7 പ്രാവശ്യമാണ് ഓതേണ്ടത്. 7 പ്രാവശ്യം നമ്മളത് ചൊല്ലുക. ഓരോ തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇഷ്ഫി എന്ന് ഓതാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് 2 സൂറത്ത് ഓതാനുണ്ട്. ആദ്യം സൂറത്തുൽ അഅലയാണ്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്ത്. ഈ സൂറത്ത് നമ്മൾ ഓതേണ്ടത് 21 പ്രാവശ്യമാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ തവണ ഓതി കഴിയുമ്പോഴും ഇഷ്ഫി എന്ന് പറയണം. ഇനി അതിനുശേഷം നമ്മൾ സൂറത്തുൽ അലം നശ്റഹ്, സൂറത്തുൽ ഇൻഷിറാഹ് 21 പ്രാവശ്യം. ഓരോ പ്രാവശ്യം ഓതിയതിനിടയിലും ഇഷ്ഫി എന്ന് പറയുക. ഇത് നമ്മൾ ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. രാവിലെയും വൈകുന്നേരം കൊടുക്കുക. ഇനി കുട്ടികൾക്കല്ല, വലിയവർക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് വലിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പഠനത്തിൽ ഉഷാറാകും, ശ്രദ്ധ കിട്ടും, അവർ നന്നായി പഠിക്കും, മിടുക്കന്മാരാകും, എല്ലാ കാര്യങ്ങളും ഓർമ്മ കിട്ടും, മറക്കൊന്നുമില്ല, എക്സാമുകളിലൊക്കെ നല്ല മാർക്ക് കിട്ടും, ക്ലാസ്സിലൊക്കെ ഒന്നാമനാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.